ഹലോ. അതെ എന്താണോ ഞാൻ 2 ഓട്ടം കൂടി ഓർഡറോ പറഞ്ഞു. അതെ ശരിയാണ്, കുറച്ച് ടൈറ്റിലാണ്. ഓക്കെ, അത് തരാടോ, കുറച്ച് വെയിറ്റ് ചെയ്യേ. ഓക്കെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ക്ലാസ് മിച്ചറും പത്തിന് മിച്ചറും പത്തിന് ചേട്ടാ എവിടുക്കാ എവിടുക്കാ? അത് കേറിയിട്ട് പറയാം. വണ്ടിയൊക്കെ വിടാം, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവരുത്. അതെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നും ആവില്ല. നിങ്ങൾ വണ്ടി വിടി, നേരം വൈകി ഞാൻ നോക്കി. എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കരുത്, വേഗം ഒഴിവാക്കണ്ട. വണ്ടി വിടി, നേരം വഴുകി, അന്നത്തെ പോലെ ഉണ്ടാവില്ല. ഇന്ന് കുറച്ച് കാര്യങ്ങളുള്ള ദിവസമാണ്, എന്നെ വേഗം ഒഴിവാക്കി തരാം. അത് ഒഴിവാക്കി തരാം. ഓക്കെ. അവിടെ നീ എത്താണ്ട് കുറച്ചു നോക്കി കയറ്റ കയറിയാണ്ട് പോകണം. എന്നാലും എത്തുള്ളൂ. എവിടെ സ്ഥലം വെച്ചാൽ പറയടോ. കുറച്ചുകൂടി പോവാണ്ട്, അവിടെ തിരി പറയാം. ആ ഇവിടെ നിർത്തിക്കോളിട്ടാ, ഞങ്ങൾ തിരിച്ചെടുത്തിക്കോളി. മയിലാടും പോയി. ഇക്ക ഇപ്പൊ വരാം, ഒരു 5 മിനിറ്റ് ഇട്ടോ. അന്നത്തെ പറഞ്ഞല്ലേ, പെട്ടെന്ന് വരും. ആരെ കാണാനാ പോണത്? പേടിക്കല്ലേ, പടച്ചോനെ, ഇവന്മാര് പെട്ടെന്ന് വന്നാ മതിയായിരുന്നു. അവിടെ റോഡിൽ നല്ല നോട്ടം അവിടെ ഇരുന്നാല് നമുക്ക് ഇങ്ങോട്ട് തന്നെ പോവാ. ഈ സ്ഥലം നോക്കിയാട്ടെ, ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ അങ്ങോട്ട് പോവാ. കാരണം എന്താ വെച്ചെങ്കിലേ, നമ്മള് ആൾക്കാർ പണിയില്ലാതിരിക്കുക, പെട്ടെന്ന് ആൾക്കാർ വരും. പഴയ ആൾക്കാർക്ക് പണിയില്ലാതിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ബെക്ക് വെച്ചിട്ട് ആൾക്കാർ കൊണ്ട് വരും. നമുക്ക് ആളില്ലാത്ത സ്ഥലത്തേക്ക് പോലല്ലേ. ആയിക്കോട്ടെ, പോവാം. നല്ല പൈസ അല്ലേ? ആ മോളെ, ആദ്യമായിട്ട് ഒരു ഓട്ടം കിട്ടിയതാണ്. ഞാൻ ഇപ്പം വരാം, നീ സമാധാനപ്പെട്, പൈസ ഇപ്പം എത്തിക്കാം. പടച്ചോനെ, ഇവന്മാർ വേഗം വന്നാൽ മതിയായിരുന്നു. വല്ലാത്തൊരു കഷ്ടമായാലോ.
ആ പയ്യന്മാർ വരുന്നുണ്ട്. ഞങ്ങൾ നേരം വിളിക്കുമോ? ഇത് നമ്മൾ പൊന്നര കാലട ഇതിനുണ്ടോ നമ്മൾ കണ്ട കാലം വരെ നേരം വേച്ചിട്ട് പാവണ ഇരിക്കണല്ലേ ഒരു കച്ചറക്കില്ലാത്ത മുത്ത്. താമസം എടുക്കാനാ വേണ്ടി കയറാം. ഇത് കയറി കള്ള് കുടിച്ചാൽ വയറ്റി എടുക്കണം. താമസം കളിക്കാണെങ്കിൽ വേഗം കയറി. ഇവിടെ കയറി സമയം മെനക്കെടുത്താൻ്റെ വേഗം കയറി. വലത് കാലിച്ച് അവിടെ നമുക്ക് റീലെടുക്കാം. വായോ ഇനി നിങ്ങൾ എങ്ങനെ ഇറങ്ങണേ? എന്റെ വാടക എന്നിട്ട് പോയിക്കോളാം. വാടകല്ലേ അതിപ്പോഴേ തരാം. എടുക്ക ചാവി ചെയ്തിരിക്കോ. ചാവി വേട്ടം ചാവിയല്ലേ ഞാൻ മേടിച്ചു തരാം. നമുക്ക് റീലെടുക്കാം. വണ്ടി കയറിക്കോളും. താക്കോല് ഞാൻ മേടിച്ചു തരാം. താക്കോല് ഞാൻ മേടിച്ച വണ്ടി കയറി. റീല് വേണ്ടപ്പാ. എന്തൊക്കാ എന്ത് പ്രശ്നം ഇവിടെ? എന്റെ വണ്ടി വിളിച്ചു വന്നിട്ട് വെള്ളം അടിക്കാൻ പോയി. എന്റെ ചാവി അവർ ഊരിക്കൊണ്ടായി. ഇതൊന്ന് വാങ്ങിച്ചതാ. എല്ലോടും ചങ്ങായിമാരെ നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോ? ഈ പാവത്തിന് എങ്ങനെ ചെയ്യാൻ പാടില്ല? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടോ ഓടിയിട്ടാണ് അവര് ജയിക്കുന്നത്. ഇവരുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയോ? ആ ചാവി കൊടുക്കണോ? നന്ദിയുണ്ട് മോനെ. ഞാൻ വാടകയോട് ഒന്ന് മേടിച്ചിരുന്നു. വാടക ഞാൻ മേടിച്ചു തരാം. ആ വാടകയുടെ പൈസ കൊടുത്താ ഇക്ക കോക്കൂരിന്നല്ലേ വിളിച്ചത് വാടക? പൈസ അതേ കളിക്കണ്ട. ആ പൈസ കട്ടിയ ശരി മോനെ. ഓക്കെ. ആ ഓക്കെ ഓക്കെ. നമ്മളെ വണ്ടിയിലെ പോയി. ആ ശരി നമ്മള് വിളിച്ച വണ്ടിയാണ് അത്. മൂപ്പര് എന്ത് കാരണവശാലും നമ്മളെ കൂട്ടാണ്ട് പോണു. ചോദിച്ചിട്ട് കാര്യം പറയാണ്ട് ഞാൻ പോയില്ലേ. എനിക്ക് എന്ത് കോപ്പടഞ്ഞ് പറയാറില്ല എന്ന് പറഞ്ഞ് തൊലക്കിത്. എടാ ചെങ്ങായിമാരെ, നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് ഈ ഓട്ടോ തൊഴിലാളിമാരൊക്കെ കഷ്ടത്തിലാക്കണത്. ഇനി മേലിൽ ഇങ്ങനത്തെ പരിപാടി ഇനി നടക്കില്ല. രണ്ടുപേരും നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് ഈ പാവം ഓട്ടോ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കണത്. ഈ വെയിലും മഴയില്ലാണ്ട് ഓട്ടോ ഓടിച്ചിട്ട് പൈസ കിട്ടണ പൈസ ഇട്ട് അവരെ കുടുംബം നോക്കണത്. ഞാൻ എല്ലാ സ്റ്റാൻഡിന്റെ പോലും ഞാൻ പറയും, ഇവന്മാരെ പോലത്തെ ആൾക്കാരനെ കയറ്റരുത്. നിങ്ങൾ പോയിക്കോളേ, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഇതൊക്കെയാണ്. ഒരു പാവം ഓട്ടോ തൊഴിലാളിയുടെ ജീവിതം നമ്മൾ എങ്ങനെയാണ് സങ്കല്പിച്ച് നോക്കുന്നത്? വളരെ പരിതാപകരമാണ്. എല്ലാ ഓട്ടോ തൊഴിലാളികളും പൈസക്കാരല്ല. ടൈം പാസിന് വണ്ടി ഓടിക്കുന്നവരുണ്ട്, കുടുംബം പുലർത്താൻ വേണ്ടി വണ്ടി ഓടിക്കുന്നവരുണ്ട്. ആകെ കടങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളുമായിട്ട് കഴിയുന്ന ഒരുപാട് കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരുപാട് ഡ്രൈവർമാരെ എനിക്കറിയാം. നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഓട്ടോ തൊഴിലാളികളുടെ അവസ്ഥ പറ്റിയാണ്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മുടെ എന്ത് ആവശ്യഘട്ടത്തിലും ആശുപത്രി വാടക ആയിക്കോട്ടെ, വേറെ എന്ത് വാടക ആയിക്കോട്ടെ, അവർ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും നമ്മുടെ വാടക അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ വരുന്നില്ലേ, നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്നില്ലേ? അപ്പോൾ ആ പാവം ഓട്ടോ തൊഴിലാളികളെ നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ കൊണ്ട് പെടുത്തരുത്. അവർക്കും ജീവിതമില്ലേ, അവർക്കും കുടുംബവും കുട്ടികളില്ലേ? ഒന്ന് ചിന്തിക്കാം. നിങ്ങൾക്ക് മദ്യം കഴിക്കാനൊക്കെ വേറെ എത്രയോ മാർഗങ്ങളുണ്ട്. ഇത് ഒരു 1-2 അനുഭവങ്ങൾ ഞങ്ങൾ കുറച്ച് തൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളികൾ, നല്ലവരായ തൊഴിലാളികൾ ഞങ്ങളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലത്തെ ഒരു
ഷോർട്ട് ഫിലിം ഞങ്ങൾ ചെയ്തത് കേട്ടോ. അതല്ലാതെ വേറെ ഒരു വെറുതെ ഒരു ക്രിയേറ്റീവ് കണ്ടന്റ് അല്ല. ഇത് ഒറിജിനലായി സംഭവിച്ചിട്ടുള്ള 1-2 തവണ അനുഭവം വന്നിട്ട് സങ്കടത്തോടു കൂടി ഞങ്ങളോട് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഷോർട്ട് ഫിലിം ഇവിടെ ചെയ്യാൻ തയ്യാറായത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ്. ഇത്തരം അവസ്ഥകൾ ആ പാവങ്ങളെ തള്ളിയിടരുത്. മണിക്കൂറുകളോളം വെയിറ്റിങ്ങിൽ നിന്നിട്ട് വെയിറ്റിംഗ് ചാർജ് വാങ്ങാതെ നിങ്ങൾ വാടക പോലും കൊടുക്കാതെ ഈ സംഭവം ചാവി ഊരിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണ്. ആവർത്തിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ആ പാവങ്ങളെ വെറുതെ വിടുക. കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ ഓട്ടത്തൊഴിലാളികളെയും കൂടെ സടകട മീഡിയ